നമസ്കാരം, ഞാൻ ഡോക്ടർ രാഹുൽ ആർ നായർ, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ്, അടൂർ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിക് കിഡ്നി ഡിസീസ്, അതല്ലെങ്കിൽ പ്രമേഹം കാരണം കിഡ്നിക്ക് ഉണ്ടാവുന്ന ഡാമേജ് അല്ലെങ്കിൽ തകരാറിനെ കുറിച്ചാണ്. നമ്മൾക്കറിയാം, ഇന്ന് ഡയാലിസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കിഡ്നിക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന 100-ൽ 90 പേർക്കും കിഡ്നികൾ ഡാമേജ് ആവുന്നത് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം കാരണമാണ്. ഷുഗർ ഉള്ള രോഗികൾക്ക് എന്തുകൊണ്ടാണ് കിഡ്നി ഫെയിൽ ആവുന്നത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ആളുകൾ ഡയാലിസിസിലേക്ക് എത്തുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷുഗറിൻ്റെ ആരംഭഘട്ടത്തിൽ നമ്മൾ അതിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനോട് കാണിക്കുന്ന ഒരു വിമുഖതയാണ്. ഷുഗർ അല്ലേ, അതൊക്കെ തന്നെ പൊയ്ക്കോളും, അതല്ലെങ്കിൽ പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ട എന്നിങ്ങനെയുള്ള തോന്നലുകൾ നമ്മുടെ നാട്ടിൽ സാധാരണമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷുഗർ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 5-6 വർഷം നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി ജീവിതത്തിൽ ഷുഗർ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാവും എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഷുഗർ കണ്ടുപിടിച്ച് അതിൻ്റെ ആദ്യ 5 വർഷത്തിൽ എത്രത്തോളം കൃത്യതയോടെ നമ്മൾ അതിനെ ചികിത്സിക്കുന്നോ അത്രമാത്രം നമുക്ക് ഭാവിയിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ ഒരു ഷുഗർ രോഗി അത് കിഡ്നിയെ ബാധിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈസ് സ്ട്രിക്റ്റ് ഡയബറ്റിക് കൺട്രോൾ. ആദ്യത്തെ 5 വർഷത്തെ ഡയബറ്റിക് കൺട്രോൾ ആണ് നമ്മുടെ ഭാവിയെ മൊത്തമായി തീരുമാനിക്കുന്നത് നമ്മൾ പറഞ്ഞു. കൃത്യമായുള്ള മരുന്നെടുക്കുക, കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ആഹാരത്തിലുള്ള നിയന്ത്രണം, അങ്ങനെ നമ്മൾ 3 മാസത്തിൻ്റെ ആവറേജ് ഷുഗറായി നോക്കുന്ന HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് 7-ൽ താഴെ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 2, BP-യുടെ കൺട്രോളാണ്. ഷുഗർ ഉള്ള രോഗികൾ BP സ്ട്രിക്റ്റായും 130-നും 80-നും താഴെയായി നിയന്ത്രിക്കുന്നത് വളരെ ആവശ്യമാണ്. 3, ആരോഗ്യകരമായ ഭക്ഷണ രീതിയും അതുവഴി പൊണ്ണത്തടിയും അമിതവണ്ണവും കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് ഒരു ഡയബറ്റീസ് ഉള്ള രോഗി കിഡ്നി രോഗം വരാതിരിക്കാനായി ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഷുഗർ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാം. നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റുന്ന 2 ടെസ്റ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നുള്ളത് യൂറിൻ ആൽബമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്ന ടെസ്റ്റാണ്. മൂത്രത്തിലൂടെ എത്രമാത്രം പ്രോട്ടീൻ പോകുന്നു എന്ന് കണക്കാക്കുന്ന ടെസ്റ്റാണ് യൂറിൻ ആൽബമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ. അതുകൂടാതെ തന്നെ ബ്ലഡിലുള്ള സെറം ക്രിയാറ്റിനിൻ എന്ന ടെസ്റ്റും നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു മിസ്കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിയാറ്റിനിൻ ചെയ്യുന്നു, ബ്ലഡിലെ ക്രിയാറ്റിനിൻ ചെയ്തു, ഡോക്ടറെ അത് നോർമലാണ്, അതുകൊണ്ട് എൻ്റെ കിഡ്നി നോർമലാണ് എന്ന് പറയുന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷുഗർ കിഡ്നിയെ ബാധിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ക്രിയാറ്റിനിൻ കൂടണം എന്നില്ല. ആദ്യത്തെ സ്റ്റേജുകളിൽ സാധാരണയായി കണ്ടുവരുന്നത് മൂത്രത്തിൽ പതയും അതുവഴി മൂത്രത്തിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നതുമാണ്. അത് കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ടെസ്റ്റാണ് യൂറിൻ ആൽബമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ. സോ ഷുഗർ ഉള്ള എല്ലാ രോഗികളും വർഷത്തിൽ ഒരിക്കലെങ്കിലും യൂറിൻ ആൽബമിൻ ക്രിയാറ്റിനിൻ റേഷ്യോയും അതേപോലെ തന്നെ സെറം ക്രിയാറ്റിനും ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. യൂറിൻ ആൽബമിൻ ക്രിയാറ്റിൻ റേഷ്യോ കൂടുതലാണെങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു നെഫ്രോളജിസ്റ്റിനെ കാണുകയും പ്രോട്ടീൻ കുറച്ച് നിർത്താനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. സ്ഥിരമായ മൂത്രത്തിലൂടെയുള്ള പ്രോട്ടീൻ ലോസ് കാരണം ഭാവിയിൽ ക്രിയാറ്റിൻ കൂടാനും അത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഡയാലിസിസിലേക്ക് വരെ എത്താനുള്ള സാധ്യതകളുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓൾവേസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വരാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ടുപിടിക്കുക, അതിനനുസരിച്ചുള്ള ചികിത്സകൾ എടുക്കുക. അങ്ങനെ നമുക്ക് ഡയാലിസിസ് ഒഴിവാക്കാൻ പറ്റും. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അടൂർ, പത്തനംതിട്ട.